എല്ലാവർക്കും ശരണ്യ ആൻഡ് ലിറ്റിൽസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ആറ്റുകാൽ അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കുത്തിയോട്ട കുട്ടികളെ അവിടെ അമ്പലത്തിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നതാണ്. കുത്തിയോട്ട കുട്ടികളാണ് ഈ പോകുന്നത്. കുത്തിയോട്ട കുട്ടികൾ അറിയാലോ, അത് ദേവിയുടെ പടയാളികളായിട്ടാണ് കുത്തിയോട്ട കുട്ടികളെ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളവിടെ കുറച്ച് നേരം നിന്നു. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് പോവുന്നതാണിത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് തൊഴാനൊന്നും പറ്റിയില്ല. ഇതവിടുത്തെ ലൈറ്റാണ് കേട്ടോ. എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കി. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരും. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് അവിടെ, അതുകൊണ്ട് പിന്നെ കയറി തൊഴാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നേരെ സ്റ്റേജിലേക്കാണ് പോയത്. ആ സ്റ്റേജിൽ ഫ്യൂഷൻ നടക്കുകയായിരുന്നു. കൊള്ളാം കേട്ടോ ഫ്യൂഷൻ. അപ്പോൾ ഫ്യൂഷൻ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മളത് അവിടെ കുറേ നേരം അത് കണ്ടുകൊണ്ട് നിന്നു. സ്റ്റേജൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. നോക്കിയേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈറ്റൊക്കെ അവിടെ വന്ന് മുകളിലെ ഭാഗത്തൊക്കെ അടിക്കുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയെന്ന് നോക്കിയേ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കുറേ നേരം നിന്നു. അപ്പോൾ ഫ്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്നും ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലത്തെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ പാർക്കല്ല, മറ്റേ ഈ റൈഡൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, റൈഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് ആംബുലൻസൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അപകടമൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും കൊണ്ടുപോകാനാണ് അവിടെ ആംബുലൻസൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെയാണ് നമ്മൾ റൈഡൊക്കെ വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് പോകുന്നത്. അവിടെ മറ്റേ ബലൂണിലുള്ള ആ സ്ലൈഡൊക്കെ ഉണ്ട്. സ്ലൈഡും പിന്നെ വള്ളം പോലെ ഇരിക്കുന്ന, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ അതിൻ്റെ പേരെന്ന് പറയുന്നത്. ഈ സാധനമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ മോൻ അതിലൊക്കെ കയറും. അവന് അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ വലിയ റൈഡിലൊക്കെ കയറുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതിന് പേടിയൊന്നുമില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നെക്കൂടെ വിളിച്ചതാണ്, ഞാൻ പോയൊന്നുമില്ല. അപ്പോൾ മോള് ആ ബലൂൺ പോലത്തെ ആ സ്ലൈഡിൽ കയറിയിട്ടുണ്ട്. എനിക്കതിൻ്റെ പേരറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ലൈഡെന്ന് പറഞ്ഞത്. സ്ലൈഡാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൽ കയറിയിട്ടുണ്ട്. അവൾ അതിൽ നിന്ന് കളിക്കുകയാണ്. ഞാൻ മോൻ്റെ അടുത്ത് അവിടെ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പേടിയില്ല. അവൻ അതിൽ കൂളായിട്ട് ഇരിപ്പുണ്ട്. ബാക്കി എല്ലാവരും കിടന്ന് ഭയങ്കര വിളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ മോൻ അവിടെ നിന്നൊക്കെ ഇറങ്ങി വരെയാണ്. അവൻ വന്നതിന് ശേഷം നമ്മൾ അവിടെ മോളെ കളിക്കുന്നത് നോക്കിക്കൊണ്ട് വന്ന് അതിന് മുകളിലേക്ക് കയറി പോവുകയാണ്. മുകളിൽ പോയി കളിക്കുന്നുണ്ടോ. അവൾക്കും അത് നല്ലൊരു സന്തോഷമാണ്. അവർക്ക് ഇതൊക്കെ വലിയൊരു സന്തോഷം. അവർ റൈഡിൽ കയറുക, കളിക്കുക, ഇതൊക്കെയാണ് അവർക്ക് ഒരു സന്തോഷം. അപ്പോൾ അവിടെയും നമ്മൾ കുറേ നേരം അതങ്ങനെ നിന്നു. അവൾ അടുത്ത സ്റ്റെപ്പ് കയറാൻ പോയപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ അവിടെ കൂടി നിന്ന് കേട്ടോ. അതാ വീഴാൻ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവൾ വീഴുമെന്ന്. വേറൊരു കുട്ടി അങ്ങ് താഴേക്ക് വീണു, താഴേക്ക് ചറുകിപ്പോന്നു. അവിടെ കയറുന്ന ഭാഗത്താണ് ഇവരെല്ലാം കൂടെ ഇങ്ങനെ കൂടി നിന്നത്. പിന്നെ വീണ്ടും അവിടെ കുറേ നേരം അവിടെ നിന്ന് കളിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഒരു വിളക്കിട്ട് വരുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഞാനും മോനും കൂടെ വിളക്കിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ വിളക്കിട്ട് കണ്ടു കേട്ടോ. വിളക്കിട്ട് അവിടെ കൊണ്ടുവന്ന സമയമായിരുന്നു. കണ്ടില്ലേ ആ വിളക്കിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ അവിടെ അതും കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാനും മോനും മാത്രമേ അവിടെ വിളക്കിട്ട് കാണാൻ വേണ്ടി പോയുള്ളൂ. മോൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ട് നിന്നത് കൊണ്ട് ചേട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ വിളക്കിട്ടൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഞാനും മോനും കൂടെ തിരിച്ച് വീണ്ടും അവൾ കളിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങ് പോയി. പിന്നെ അവൾ ജമ്പറ്റിൽ കയറി ചാടി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര ചാട്ടമായിരുന്നു. അങ്ങനെ അതിലും കുറേ നേരം അങ്ങനെ കളിച്ചു.
പിന്നെ കുറച്ച് വിളക്കേട്ടൊക്കെ ഇങ്ങനെ കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അവിടെ തന്നെ അങ്ങ് നിന്ന് വിളക്കേട്ട് കാണാൻ വേണ്ടിയിട്ട്. ബാക്കി നിങ്ങൾ തന്നെ കണ്ടോളൂ.